എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും അമ്പലത്തിലെ വീഡിയോ ആണ്. ഇന്നലെ അമ്പലത്തിലെ വീഡിയോ ആണ്. ഞങ്ങളുടെ ഇവിടെ 3 ദിവസത്തെ ഉത്സവം നടക്കുവാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ ഉച്ചയാവാറാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ പോവാണ് അമ്പലത്തിലേക്ക്. ഇപ്പോൾ രാവിലെ ഏട്ടൻ പോയി. ധനുഷിന് കുറച്ച് പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേന് പോകാമെന്ന് വിചാരിച്ചു. ഉച്ച മീൻസ് 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. 11 മണി കഴിഞ്ഞ ഉച്ചയല്ലേ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇങ്ങ് പോരും. എന്നിട്ട് വൈകുന്നേരത്ത് ഘോഷയാത്രയുണ്ട്. അപ്പം ഘോഷയാത്രയുടെ വീഡിയോ എല്ലാവരെയും കാണിച്ചു തരണ്ടേ? പിന്നെ കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് എൻ്റെ തൊണ്ട ശരിയല്ല, അതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് അടച്ചതാ. സോറി, ചുമയും പനിയൊന്നും കുറവില്ല. എന്നാലും നമുക്ക് അമ്പലത്തിൽ വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചത്. എന്നാലും അയ്യപ്പസ്വാമി എല്ലാം മാറ്റിത്തരും എന്നൊരു വിശ്വാസം. അപ്പോൾ അതൊക്കെ പോട്ടെ. നമുക്കപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഘോഷയാത്രയുടെയും വീഡിയോ ഉണ്ടായിരിക്കും. അത് ഇതിൻ്റെ കൂടെ തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ എന്തൊക്കെയാണോ പൂജകൾ എന്നൊക്കെ നോക്കണം. എന്നിട്ട് അമ്പലത്തിലെ മൊത്തത്തിലുള്ള പകലുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഇന്നലത്തെ വീഡിയോയിലൊക്കെ രാത്രിയിലുള്ള അമ്പലത്തിലെ കാഴ്ചകളൊക്കെ അല്ലായിരുന്നു. ഇന്ന് പകല് ഞങ്ങളുടെ അമ്പലം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അമ്പലത്തിലേക്ക് പോവാം. എനിക്ക് റെഡി ആവണം. ധനുഷ് റെഡി ആവുന്നു. ഞാൻ തലയൊന്നും കെട്ടിയിട്ടില്ല, ജസ്റ്റ് ഡ്രസ്സ് ഇട്ടതേ ഉള്ളൂ. കുളിച്ചിട്ടൊക്കെ ഡ്രസ്സ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് അമ്പലത്തിലെ ലാസ്റ്റ് ദിവസത്തെ ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും അതെല്ലാം കഴിഞ്ഞു പോയി. കുഴപ്പമില്ല, ഏട്ടനുണ്ടായിരുന്നു ഇവിടെ. ഏട്ടൻ രാവിലെ വന്നായിരുന്നു. ഏട്ടൻ എല്ലാ പൂജകളും എല്ലാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വരും അമ്പലത്തിൽ തൊഴാനായിട്ട്. അതായത് മഹാരാഷ്ട്രൻ ഫ്രണ്ട്സിന് ഇവിടുത്തെ നമ്മുടെ അമ്പലത്തിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ശിങ്കാരി മേളം തുടങ്ങും. അപ്പം നമുക്കിനി കാണാം ശിങ്കാരി മേളം.
MLA സാബാണ് നമ്മുടെ അമ്പലത്തിൽ തൊഴാനും നമ്മുടെ അമ്പലത്തിലെ ചെണ്ടമേളം ഇതൊക്കെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചെണ്ടമേളമൊക്കെ കണ്ടപ്പോൾ MLAക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അത് ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രനാണ്. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഏട്ടന് നേരത്തെ തന്നെ നല്ല പരിചയമുള്ളായിരുന്നു. ഏട്ടനെ ഞാൻ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തു, നിങ്ങൾ എടുത്തു. അങ്ങനെ ഏട്ടനെ കൂടെ വിളിച്ച് നിർത്തിയതാണ്. ഈ യെല്ലോ കുർത്ത ഇട്ടേക്കുന്നതാണ് MLA സാബ്. അപ്പോൾ ഈ ചെണ്ടമേളമൊക്കെ അവർക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഹായ്, ഞങ്ങളപ്പോൾ അതേ വീട്ടിൽ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് എല്ലാമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നു. അമ്പലത്തിൽ ഒരു VIP വന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഇവിടുത്തെ MLA. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MLAയുടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ശിങ്കാരിമേള എല്ലാവർക്കും ഇഷ്ടമാണോ? എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ചെവി പൊട്ടിപ്പോയി. നല്ല ഇഷ്ടമാണ്. ചാടി തുള്ളി. ഞാനും അത് കണ്ട് ഞാനും അങ്ങോട്ട് ചാടാൻ തുടങ്ങിയത്. അപ്പോൾ ശിങ്കാരി മേളത്തിന്റെ വീഡിയോ ഉണ്ട്. അത് ഒത്തിരി ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ ഇതിനെക്കാട്ടിയൊക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെ ചാടി ഡാൻസ് കളിച്ചും ഒക്കെ ചെയ്യുന്ന ശിങ്കാരി മേളക്കാരുണ്ടാവും. നമ്മളിവിടെ താമസിക്കുന്ന ബോംബെക്കാർക്ക് ഇതൊക്കെ വളരെ ഒരു എന്താ പറയുന്നത് അപൂർവമായിട്ട് കിട്ടുന്ന കാര്യം. എപ്പോഴും നമുക്കിത് കാണാൻ പറ്റത്തില്ലല്ലേ. വർഷത്തിലൊരിക്കലേ ഇത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും നല്ലതായിരുന്നു. അപ്പം നമ്മുടെ MLA സാബ് വന്നത് ഞാൻ വീഡിയോ ആയിട്ട് ഇതിനകത്തിട്ടുണ്ട്, ഒന്ന് നോക്കണേ. ഇത് വൈകുന്നേരത്ത് താലപ്പൊലിക്കുള്ള താലം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഇത് കണക്കൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഈ വെറ്റയും പാക്കൊന്നും വെക്കത്തില്ല. ഞങ്ങളുടെ സൈഡിലോട്ടൊന്നും വെറ്റയും പാക്കൊന്നും വെക്കത്തില്ല. ഞങ്ങൾ ഈ കമുങ്ങിൻ്റെ പൂവ്, പിന്നെ കുറച്ച് പൂക്കൾ, പിന്നെ ഒരു വിളക്കും കത്തിച്ച് വയ്ക്കും. ഇത്രയും നമ്മളെ നാട്ടിൽ നമ്മൾ താലപ്പൊലിക്കുള്ള താലം ഒരുക്കാനായിട്ട് എടുക്കത്തുള്ളൂ. ഇവിടെ പാക്ക്, വെറ്റ, ഒരു നാണയത്തുട്ട്, പിന്നെ പൂക്കൾ, പിന്നെ ഈ കമുങ്ങിൻ്റെ പൂ അതും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും വെക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ താലപ്പൊലിയുടേത്. ഇവിടെ ഇതൊരു അമ്പലം, ശിവന്റെ അമ്പലമാണ്. ഈ അമ്പലത്തിൽ നിന്നാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി പോകുന്നത്. ഇത് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്. അപ്പം എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് തലയിൽ പൂവൊക്കെ വെച്ച്, അതായത് ഒരു കേരളീയ പെൺകുട്ടികളല്ല, പെൺകുട്ടികളും ഉണ്ട്. മുന്നിലും ചെറിയ പെൺകുട്ടികൾ, പുറകിലോട്ട് ഞങ്ങൾ അമ്മമാർ, ടീനേജിലുള്ള പെൺകുട്ടികൾ, അങ്ങനെയൊക്കെയുള്ളവർ. ഇതിവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ പറ വെക്കുവാണ്. 2-3 വർഷത്തിന് മുന്നേ ആനയൊക്കെ ഉണ്ടായിരുന്നു. ആനയൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായി. കാരണം ഇവിടെ അങ്ങ് അധികം ആനയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആന ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുന്നതിന് പ്രത്യേക പെർമിഷനൊക്കെ മേടിക്കണം. അതൊക്കെ പിന്നെ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം ആനയൊന്നുമില്ല. ഒരു 3-4 വർഷത്തിന് മുന്നേ ആനയുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ തിരുമേനി. അപ്പോൾ തിരുമേനി ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ പുറകിൽ ഏട്ടന് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താലപ്പൊലിയായിട്ട് പോവാം. നമുക്ക് എല്ലാവരെയും എന്ത് ഭംഗിയുണ്ട്. എല്ലാവരും കേരളയുടെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരെയും കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. കേരള സാരിയും പൂവൊക്കെ വെച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മാത്രമാണ് തലയിൽ പൂ വെക്കുന്നത്. ഓണത്തിന് മുല്ലപ്പൂ മേടിക്കും, പക്ഷേ തലയിൽ വെക്കത്തില്ല. അതേ കണക്ക് നമ്മളിവിടെ ഈ മണമുള്ള പൂ കിട്ടത്തില്ല. അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാട്ടുമുല്ലെന്നും പറഞ്ഞുകൊണ്ടൊരു മുല്ലപ്പൂ ഉണ്ടല്ലോ, ആ മുല്ലപ്പൂവാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ നാളികേരമൊക്കെ ഉടച്ചിട്ടാണ് നമ്മൾ താലപ്പൊലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി രഥമുണ്ട്. രഥം അങ്ങ് അവിടെ അമ്പലത്തിൻ്റെ വെളിയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഇവിടുന്ന് നടന്ന് ഇനിയിപ്പോൾ വെളിയിൽ പോകും, എന്നിട്ട് അവിടുന്ന് രഥം ഉണ്ടാവും, എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അയ്യപ്പോ അയ്യപ്പോ
ഹായ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ദേ വീട്ടിലെത്തി. എൻ്റെ തൊണ്ട ഒരു പരുവായി. ദേ വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അയ്യോ, ഒരുപാട് സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ബോംബെയിൽ വന്നതിന് ശേഷം താലപ്പൊലി എടുക്കുന്നത്. ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ധനുഷ് എന്തൊരു ചാട്ടവും ഡാൻസും ആയിരുന്നു. ധനുഷിൻ്റെ അത് നന്നായിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. കാരണം ഞാൻ താലപ്പൊലിയിൽ നിന്നിട്ട് എനിക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ധനുഷിൻ്റെ ഡാൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്തു. അമ്പലത്തിൽ ചെല്ലുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണൂ. ഞങ്ങളുടെ ബോംബെയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെയും വീഡിയോയിലൂടെ ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ഈ 2 ദിവസത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയണേ. അതേ കണക്ക് തന്നെ ഒരു ലൈക്കും തരണേ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസത്തെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. തൊണ്ട വലിയ പളയും, നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. എത്ര മണിയായെന്നറിയോ? 12:30. ദേ ഇവിടെ കാണുന്നുണ്ട് ക്ലോക്ക്. കട്ടാലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.